ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് യാസ് ഐലൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ ഇന്ന് ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി മുന്നേ പബ്ലിഷ് ചെയ്തിരുന്നു. ഫ്രീ എൻട്രി ആണ്. നമ്മളിന്ന് പോകുന്നത് യാസ് റൈസിംഗ് സീരീസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ യാസ് ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിതാ എൻട്രി ആവാനുള്ള സ്ഥലമെത്തി. നമ്മൾ എത്തിയിട്ടുള്ളത് യാസ് മറീന സർക്യൂട്ടിലാണ് എത്തിയിട്ടുള്ളത്. കാറ്, ബൈക്ക് റേസിങ്, അതുപോലെ ഡ്രിഫ്റ്റിങ്, അങ്ങനെയുള്ള ഒത്തിരി മോട്ടോർ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ 4 ഫോർമുല 1 ട്രാക്കുകളിൽ രണ്ടാമത്തെ ട്രാക്കാണ് യാസ് മറീന. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോകുന്നത്. പണ്ടൊക്കെ ടി വിയിൽ സ്പോർട്സ് ചാനൽ എപ്പോഴെങ്കിലുമൊക്കെ വെക്കുമ്പോൾ കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും എന്ന് കണ്ടെന്നല്ലാണ്ട് നമ്മൾ നേരിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടെ അത്ര വലിയ തിരക്കൊന്നും കാണാനില്ല. ഇനി ഓരോ ടൈം സ്ലോട്ട് ഉണ്ട്. ആ ടൈമിങ്ങിനനുസരിച്ചാണ് ആക്ടിവിറ്റികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളൊരു 11 മണി ഒക്കെ 11:30 ഒക്കെ ആവണോട് കൂടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാം. ചിലപ്പോൾ ഈവനിങ്ങിലൊക്കെ ഔട്ടാ തിരക്കുണ്ടാവുക. ഇതിപ്പോൾ ഞങ്ങൾ നേരം വിളിച്ചാകുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന കാരണം കൊണ്ട് അധികം വലിയ തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ വീണ്ടും ഒരു എൻട്രൻസ് ഉണ്ട്. ആ സൈഡിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ വഴി കോണിയൊക്കെ കയറി അങ്ങനെ മുകളിലോട്ട് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കുമുള്ള ഏരിയ ഇതല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം ഈ വഴി തന്നെയാണ് കയറിയത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ബൈക്ക് റേസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ശബ്ദമുണ്ട് കേട്ടോ. നമുക്ക് ബൈക്ക് പോണതിൻ്റെ നല്ല ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനൊന്നും എളുപ്പമല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ശരിക്കും ഇരിക്കേണ്ടത്.
അങ്ങനെ ബൈക്ക് റേസിങ് ഒരു സെറ്റ് കഴിഞ്ഞു തോന്നുന്നു. അവിടെ അവർ കൊടിയൊക്കെ വീശി തുടങ്ങി. എന്താ പറയുക, ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് കണ്ണിൽ കാണാൻ കിട്ടുന്നില്ല, അത്രയും സ്പീഡിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ ഈ സൈഡിലിരിക്കുന്ന ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ അവിടുന്ന് സെക്യൂരിറ്റിക്കാർ വന്ന് വിളിച്ചു, ഇവിടെയല്ല ശരിക്കും എൻട്രൻസ് വേറെ വഴിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പോണ വഴിയിലെ കാഴ്ചയാണ്. ടയർ കൊണ്ട് കുതിരേനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴി ഇനി അങ്ങനെ നടന്ന് ശരിക്കും എൻട്രൻസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം കയറിയ എൻട്രൻസിൽ അവിടെ ആയിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അണ്ടർപാസ് വഴിയാണ് നമ്മൾ അടുത്ത ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സ്കാൻ ചെയ്തു. ഇവിടെ റൈസിങ്ങിന് പോകുന്ന കാറുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല, പക്ഷെ ധാരണയുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏണസ്റ്റ് അതുവഴിയൊക്കെ കറങ്ങി നടന്ന് എല്ലാ കാറിൻ്റെ ഉള്ളിലും എന്തൊക്കെയാണെന്നൊക്കെ നോക്കി അവൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മേലോട്ട് കയറി. ഇവിടെ നമുക്ക് ഇരിക്കാനും അതുപോലെ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കറക്റ്റ് നല്ലൊരു പ്ലേസാണ്. പിന്നെ അതാ ഒരു ഏരിയ കണ്ടില്ലേ, ഇതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് 3 ട്രാക്കാണുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഇതുപോലത്തെ കാറുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഷോപ്പും അവിടെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റാണ് കേട്ടോ, നല്ല കത്ത് റേറ്റാണ് ഇവിടെയുള്ളത്. പിന്നെ നമുക്ക് ഈ മത്സരത്തിൽ ഫസ്റ്റ് ആവുന്നവർക്കും സെക്കൻഡ് ആവുന്നവർക്കും അവരൊരു കൂപ്പൺ തരുന്നുണ്ട്. ഒരു 20% ഓഫുള്ള ഒരു കൂപ്പൺ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പിള്ളേരൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം തന്നെ. അങ്ങനെ ഞങ്ങളും ഏണസ്റ്റും ഞാനും അതുപോലെ കുര്യപ്പനും ഒക്കെ ഇരുന്ന് മത്സരിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് കളറാണ് അവർ വേണ്ടത്, കാറിൻ്റെ ഏത് കളറാണ് വേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ 3 പേര് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മത്സരം ഇവിടെ ആരംഭിക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്ത പിള്ളേർ വരും. കുറിയ വെക്കേ കൈപ്പിടി ആയിരിക്കും. കുര്യൻ്റെ ഒപ്പം ഇരിക്കുക. വൈറ്റ് വണ്ടി എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ, ട്രാക്കിലേക്ക് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കൊറിയൻ്റെ സെക്കൻഡ്, അമ്മയുടെ സൈഡ്. താങ്ക് യു പറ, താങ്ക് യു പറ. അങ്ങനെ ആ മത്സരത്തിൽ ഏണസ്റ്റ് ഫസ്റ്റും കുര്യൻ സെക്കൻഡും ഞാൻ തേർഡുമായി. അങ്ങനെ ഞങ്ങൾക്ക് കൂപ്പണൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ട്രാക്ക് നമ്മൾ ഓപ്പോസിറ്റ് അവിടെ കണ്ടിരുന്ന എൻ്റെ ഓപ്പോസിറ്റ് ട്രാക്കിൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ബൈക്ക് റേസിങ്ങിന് ടൈം എത്രയോ 10 മിനിറ്റോ 15 മിനിറ്റാന്ന് തോന്നുന്നു. അങ്ങനെയാണ്, അതിനനുസരിച്ചാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരുന്നു. അപ്പോഴും ബൈക്ക് റേസിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് തോന്നുന്നു നടക്കണേ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അങ്ങനെയാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും വിശക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ചോക്ലേറ്റും പോപ്കോണും ഒക്കെ മേടിച്ച് ഗാലറിയിൽ സുന്ദരമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൈക്ക് റേസിങ് ഇവിടെ അവസാനിച്ചു എന്ന് തോന്നുന്നു. ഇനി നമ്മുടെ കാർ റേസിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ.
To the great Sarah as a interview. What did you say? I said you've got fresher tyres than everyone else on the grid. You came in earlier than everyone else earlier on. Better a lot than qualified because we try to find some traffic. I wonder if this will delay the start. Pole sitter, very comfortably there. He's always very focused, especially in the beginning of the races here as well. He is, of course, has no way in front of him, and it looks like you have not. The under 31 car, he sits second in class. അങ്ങനെ ഓരോ കാറുകാരുടെയും അടുത്ത് പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 25 മിനിറ്റ്സാന്ന് തോന്നുന്നു ഇവരുടെ മത്സരം. അപ്പോൾ ഇത്രയും കാറുകളൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാസ്വദിക്കാം. The head honcho there informing them that they need to clear the grid immediately, but does that mean Andrea has a problem? That is rather unusual. Now, I like to say this as well, from Fastly back, well, sorry, I don't know whether it's quite hot still it is, but she's been taking on 30. I don't have any AC in this car, but it's very cool. Of course, and we'll try to see it. They want to live here, much more. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അവർ പോകുന്ന ഏരിയകൾ പിന്നെ ആ ചെറിയൊരു സ്ക്രീനിലൂടെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. നല്ല ശബ്ദമുള്ളതുകൊണ്ട് നമുക്ക് ചെവിയിൽ പഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സ്പോഞ്ചോ അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. That is nicely done. Who's built on Alex Anwar on this lap as well. The gap was 2.4 seconds, sorry, 2.9 seconds. It looks a lot bigger than that now. Yeah, and Brian James made a move on El Almali. He's moved up into fourth, although Vasily seems to be holding that position as the timing screens are completely off. He's in the pit lane at the moment, so it will tip over unless there is a timing issue, because he's now tucked up behind. He is the man that's leading class 4 at the moment.
ആര് ചൊറിഞ്ഞു? As soon as he can. Very good for me excited as well. Thought maybe this got back in the field. Now he's working his way through. Back now with the race leader, who leads by 9.1 seconds over Roy James, who's just in front of Ricard. He's working his way through. Second three at the moment, racing his way underneath Double Hotel through the 5 corners. There he is. So let's go past Harry Hannah, race leader in the Leo category, Benetton, with a very vibrantly coloured number 19 Roses for Scotland. Yeah, but he's This is a teammate as well, James Green, which he'll take the fight straight to him, but then the meeting afterwards in the lead, I think he's going to go actually like this. Yeah, they're going through that corner side by side. Obviously, there is a lot more pace coming from Andre. Turn 16, and it'll be an outright victory. They won in Class 2 weeks ago. Both races Andy Duran. First race of the day for the Pro Car. Despite that, the race announced it actually is the lap because he was in the race leader. അങ്ങനെ നമ്മുടെ കാർ റേസിംഗ് മത്സരം കഴിഞ്ഞിട്ടോ. അങ്ങനെ 25 മിനിറ്റ്സും കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വിജയ ആരാന്നറിയാം. അവരിതാ അവിടെ വരും. അപ്പോൾ നമുക്ക് കാണാം. Left-hand side there. Bit of a hard position to get that car into. There are many cars parked up behind him. അങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന കാർ റേസിങ് നേരിട്ട് കണ്ടതിൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീണ്ടും
നമ്മൾ അബുദാബിയിലോട്ട് പോവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടൈമിങ് വൈകിട്ടാണ് തോന്നുന്നു. അതിനുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകിട്ടായിരിക്കും ഒന്നുകൂടി തിരക്ക് എന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിലെത്തി തിരിച്ച് അബുദാബിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അബുദാബിയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.